ഇതുവരെ ആരും പോവാത്ത വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ് ഗൈസ്. ഇതാണ് ആ കാണുന്നതാണ് വിൻഡ് മില്ല്. അപ്പൊ ഇത് ജീപ്പ് സവാരി പോകുന്ന റൂട്ടാണ്. നമ്മളിത് പ്രത്യേക പെർമിഷൻ വെച്ചിട്ട് നമ്മുടെ കണക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്നും നിങ്ങള് അങ്ങനെ കിട്ടുന്ന പോലീസ് ജീപ്പ് പോകുന്നുണ്ട്. നമ്മൾ ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആയിട്ടുള്ള വഴിയാണ്. അവിടെ ആകാശം കാണാനാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. എന്താ ഭംഗി നോക്കിയ ആകാശം കണ്ടോ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മൂന്നാറിൽ നിന്നും ഏകദേശം 43 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഉടുമ്പൻചോല അടുത്താണ് ചതുരങ്ങപ്പാറ എന്ന് പറഞ്ഞ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് തമിഴ്നാട് ആണ്, ബോർഡറിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഒരുപാട് വൈൻമീലും അതുപോലെ തന്നെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജീപ്പ് സവാരിയിലാണ് നമ്മൾ ഇതിൻ്റെ മേലേക്ക് കയറാൻ സാധിക്കുള്ളൂ. കാരണം ഇതൊരു ഓഫ് റോഡ് വഴിയാണ്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിൽ വണ്ടിയായിട്ട് പോകാൻ പറ്റുള്ളൂ. 4x4 വെഹിക്കിൾ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാൻ സാധിക്കും. കൂടുതലും ആളുകൾ ആശ്രയിക്കുന്ന അവിടുത്തെ ജീപ്പ് സവാരി ആളുകളെയാണ്. ഇതിൻ്റെ ഈ താഴെ കാണുന്ന പ്രദേശം തമിഴ്നാടാണ്. ഈ ബോർഡറിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കബീർക്ക് ഇതിന്റെ മേലെ കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് ഓടുകയാണ്. അത് പേടിച്ചിട്ട് ഓടി, ധൈര്യം കൊണ്ട് ഓടി. നമുക്കിതിൻ്റെ മേലെ കയറാം. എന്തോ കാറ്റത്ത് നമ്മൾ പറക്കണം. വിൻമില്ലിൽ കണ്ടാ കറങ്ങണ വിൻമില്ലിന്റെ നല്ല കാറ്റാണുള്ളത്. ബോസേ എവിടെ കബീർ ഖാനെ കാണാനില്ല. അപ്പൊ കബീർ ഖാ ഓടിയിട്ട് അപ്പർ സൈഡിൽ എത്തിയിട്ടുണ്ട്. കബീർ ഖാ ഈ താഴത്തു കൂടെ ഞങ്ങൾ നേരെ മേലെ കൂടെ കയറി. കബീർ ഖാ താഴത്തു കൂടെ നടന്നിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് താഴത്തേക്കാണ്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നേരെ തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ മതി. ഇവിടുന്ന് പിന്നെ ഒന്നും കിട്ടില്ല. അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രമാത്രം സൗണ്ടാണ്. അപ്പോൾ നമ്മളെ പ്രകൃതിനെ ആശ്രയിച്ചുകൊണ്ട് Here we go.
അങ്ങനെ നമ്മൾ അവിടുത്തെ മുഴുവൻ കാഴ്ചകളും കണ്ടതിന് ശേഷം തിരിച്ച് നമ്മുടെ സ്വന്തം വാഹനമായ വാഗനറിൽ തിരിച്ച് ബോർഡർ കടന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഒരുപാട് ജീപ്പുകൾ നിൽക്കുന്നുണ്ട്. ഈ ജീപ്പുകളൊക്കെ ആളുകളെ കൊണ്ടുപോകുന്നതിന് മാത്രമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ 4x4 വെഹിക്കിളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ഈ ഒരു ജീപ്പുകൾ മാത്രം പോകുന്ന വഴിയിലൂടെ ഞങ്ങൾ വേഗം